പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാമിക കാമുകൻ്റെ കൂടെ പാർക്കിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ ചുറ്റിത്തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ്. ഇത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്ന സമയത്ത് നമ്മുടെ അനി കാണുകയും അത് വീഡിയോ ഷൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അനി മനസ്സിൽ തീരുമാനിക്കുന്നുണ്ട്, ഇതെന്തായാലും അവസരം കിട്ടുന്ന സമയത്ത് എല്ലാവരുടെയും മുമ്പിൽ തെളിയിക്കണം, ഏതറ്റം വരെ അവൾ അന്ന് പോകും എന്നുള്ളത് നോക്കാം എന്നും ഏതറ്റം വരെ അവൾ പോകും എന്നുള്ളത് നോക്കാം. എന്നെയും നന്ദുവിനെയും ചേർത്ത് ഏതുതരം കുറ്റം പറയുന്നതും ഒരു നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്ന ഒരു സ്വഭാവമാണല്ലോ അനാമികയുടേത്. അപ്പോൾ ഇത്തരം ഒരു കള്ളത്തരം എല്ലാവരുടെയും മുമ്പേ കാണിച്ചു കൊടുത്താൽ അവൾ അനന്തപുരിക്ക് പുറത്താകും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് അവസരത്തിനൊത്ത് ഇത് എന്തായാലും എല്ലാവരെയും കാണിച്ചു കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുകയാണ് അനി. അങ്ങനെ നമ്മുടെ അനാമിക വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ആ സമയത്ത് അതിനു മുമ്പേ വീട്ടിൽ എത്തിയിരുന്നു. എന്നിട്ട് അനി ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോയതാ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഞാൻ അച്ഛനെയും അമ്മയെയും കാണാനല്ലാതെ വേറെ ആരെ കാണാൻ പോകുന്നതാണ്. നിങ്ങളല്ലേ നന്ദുവിനെയും മറ്റുള്ളവരെയും കാണാനൊക്കെ ഇവിടുന്ന് കള്ളം പറഞ്ഞ് പുറത്തു പോകുന്നത്. അത്തരത്തിലുള്ള സ്വഭാവമൊന്നും എനിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവ സംസാരിക്കുന്നതിനിടയിൽ ജാനകി പറയുന്നുണ്ട്, ഓ നിങ്ങൾ ഏത് നേരവും നോക്കിയാലും തല്ലാണല്ലോ, നിങ്ങൾക്ക് നല്ലതുപോലെ ജീവിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അത് ഞാൻ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ അമ്മേ, മോൻ്റെ അമ്മയും കൂടെ തീരുമാനിക്കണ്ടേ, ഏത് നേരവും എന്നെ കാണുമ്പോൾ കൊത്തിക്കൊണ്ടാണല്ലോ അമ്മയുടെ മകൻ എന്നൊക്കെ പറയുന്നത്. ജാനകി ആ സമയത്ത് അനിയോട് ചൂടാകുന്നുണ്ട്. എന്നിട്ട് നന്ദുവുമായിട്ടുള്ള നിൻ്റെ എല്ലാ ബന്ധവും നിന്നോട് ചേർത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഇനി ഇതിൻ്റെ പേരിൽ മോൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടായാൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, അമ്മ ഒരുപാടൊന്നും മരുമകളെ വിശ്വസിക്കേണ്ട, ഇവ നല്ല വെള്ള ചമഞ്ഞ് നടക്കുന്നത്, ഇവളുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഉള്ളത് എനിക്കറിയാം, അവൾക്ക് കറങ്ങി നടക്കാനുള്ള പണിയല്ലേ ഇതൊക്കെ എന്നൊക്കെ പറയുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട്, ഓ നിൻ്റെ സ്വഭാവം ഇനി എൻ്റെ മേലേക്ക് ഇടാൻ പോവുകയാണോ, ഞാൻ ആരുടെ കൂടെ കറങ്ങി നടന്നെന്നാണ് അല്ല, നിൻ്റെ ഈ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് സുഹൃത്തിൻ്റെയും കൂടെ പോവുകയാണെങ്കിൽ അത് മിണ്ടാൻ നിനക്ക് സഹിക്കാൻ പറ്റുമോ, നിന്നെ കുറ്റപ്പെടുത്തിയില്ലേ, നീ എന്നെ അടിക്കുകയോ ചെയ്യില്ലേ, ആ സ്ഥാനത്ത് നീ നന്ദുവിനെയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നതാണോ ഞാൻ ചെയ്യുന്ന തെറ്റ് എന്തൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതുവരെ അങ്ങനെയുള്ള ഒരു ബന്ധത്തിനെക്കുറിച്ചല്ല, അങ്ങനെയുള്ള ഒരു ബന്ധത്തിലോ അങ്ങനെയുള്ള ആളുകളുടെ കൂടെയോ പോയിട്ടില്ല, എനിക്ക് അത്തരത്തിലുള്ളൊരു സ്വഭാവം ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്, സ്വയം പൊക്കിക്കൊണ്ട് പറയുകയാണ്. ആ സമയത്ത് അനി ചിന്തിക്കുന്നുണ്ട്, എടി നിൻ്റെ എല്ലാ കള്ളത്തരവും എൻ്റെ ഫോണിൽ തെളിവായിട്ടുണ്ട്, നീ കള്ളത്തരങ്ങൾക്കുമേ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ നോക്ക്, എത്ര കാലം നല്ല വെള്ള ചമച്ച് നടക്കും എന്നുള്ളത് എനിക്കൊന്ന് കാണാൻ മതി എന്നൊക്കെ ചിന്തിക്കുകയാണ്. ജാനകിയോട് അനി പറയുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് മരുമകളെ വിശ്വസിക്കേണ്ട, കാരണം ഒടുവിൽ സങ്കടപ്പെടേണ്ടി വരും ഇപ്പോൾ നടക്കുന്നത് കൊണ്ട് എന്നൊക്കെ അനി പറയുന്ന സമയത്ത്, നീയാണ് ഇപ്പോൾ എന്നെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ എൻ്റെ മരുമകളല്ല എന്നൊക്കെ എനിക്ക് വിശ്വാസമാണ് എന്നൊക്കെ പറയും. ഈ സമയം എപ്പോഴും ഞാൻ കാണണം കേട്ടോ, അല്ലാതെ ഒരു കാലം വരുമ്പോൾ അത് നഷ്ടപ്പെടുത്തരുതേ, അന്നേ അമ്മയോട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിക്കാനുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അന അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് ഇവനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്താ ഇപ്പോൾ ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ അവൻ്റെ തലയിൽ നന്ദു മാത്രമാണല്ലോ, അതിനെക്കൊണ്ടാകും ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് ജാനകിയും അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഇവരുടെ സംസാരങ്ങളൊക്കെ നമ്മുടെ മുത്തശ്ശൻ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അനി അവിടെ നിന്ന് ബാൽക്കണിയിൽ നിന്ന് പുറകോട്ട് നോക്കിയിട്ട് ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് മുത്തശ്ശൻ പുറകിലൂടെ വന്നിട്ട്, എന്താ മോനെ, എന്താ ഇത് എന്ന്, ഏത് നേരവും ഓരോ പ്രശ്നമാണല്ലോ, വഴക്കാണല്ലോ എന്നൊക്കെ, അവൾ ഒരു സൈര്യം തരുന്നില്ല അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതേ മുത്തശ്ശ, ഞാൻ പറഞ്ഞതല്ലേ അവളുടെ കാര്യം എനിക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമാണെന്ന്, മുത്തശ്ശൻ അവൾ കൊള്ളില്ല, അവൾ നമ്മുടെ തറവാടിന് യോജിച്ച ഒരു പെൺകുട്ടി അല്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ മോന് വെറുതെ തോന്നുന്നതാണ്, കാരണം ആ കുട്ടി ഒരു പ്രായമാണെങ്കിൽ ഒരു പ്രായമാണല്ലോ, പിന്നെ പ്രായത്തിൻ്റെ മാത്രമല്ല അവളുടെ അച്ഛനും അമ്മയും അങ്ങനെയാണല്ലോ അവളെ വളർത്തി വെച്ചിരിക്കുന്നത്, അപ്പോൾ മോളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ,
അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയുമാണ് കുറ്റം പറയേണ്ടത്. പിന്നെ അവളുടെ സ്വഭാവം നമുക്ക് പതുക്കെ മാറ്റിയെടുക്കാം. അവൾ കുട്ടിയല്ലേ, അതുകൊണ്ട് ആടാ നീ സങ്കടപ്പെടണ്ട, എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, അവളെ ഒന്നും അറിയാത്ത കുട്ടിയാണ് എന്നുള്ളത് മുത്തശ്ശന് വെറും തോന്നുന്നതാണ്. അവളെല്ലാം അറിയുന്ന ഒരു പച്ച കള്ളി തന്നെയാണ്. അവളുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് മുത്തശ്ശനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത്, എന്താടാ നീ പറയുന്നത്? അവളുടെ എന്ത് സ്വഭാവം മനസ്സിലാക്കി എന്നുള്ളതാണ്? അവൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണോ? അതൊക്കെ നീ നന്ദുവിനോട് അടുപ്പം കാണിക്കുന്നത് കൊണ്ടല്ലേ? അതിനൊക്കെ നന്ദുവുമായിട്ടുള്ള ഒന്നകന്ന് നിന്നാൽ മതിയല്ലോ. അവളോട് ഫോൺ ചെയ്യാതെ അവളെ കാണാതെ നിന്നാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ലല്ലോ. അവളെ ചൊല്ലിയല്ലേ ഇവിടെ തർക്കമൊക്കെ, വെറുതെ പ്രശ്നങ്ങളും നിങ്ങൾ തമ്മിലുള്ള ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് പറയുന്നുണ്ട്, അതൊന്നും അല്ല, ഞാൻ അവളെ കാണുന്നില്ല എന്ന് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അവളെ ഓരോന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ട് വരും. പിന്നെ നന്ദുവുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ സൗഹൃദപരമായ ബന്ധം ഈ അടുത്ത കാലത്തൊന്നും തുടങ്ങിയതല്ലല്ലോ മുത്തശ്ശ. ഞങ്ങൾ തമ്മിൽ ആദ്യമേ ഫ്രണ്ട്സ് അല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അതിൻ്റെ കാര്യമൊന്നും ഇല്ലല്ലോ. പിന്നെ അവളുടെ സ്വഭാവം കൊള്ളില്ല, അത് മാത്രമല്ലല്ലോ കാരണം. അവൾ ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? അവൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നവ്യേടത്തെയും വന്ന സമയത്ത് ഇവിടുത്തെ അവരുടെ അമ്മായിമ്മ സ്വീകരിക്കാത്ത പ്രശ്നവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളും അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ അവസ്ഥ. പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുതരമായ അവസ്ഥയിലേക്കാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അനി പറയുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് പതിയെ മാറ്റിയെടുക്കാം. ആദ്യം അവളുടെ അച്ഛനെയും അമ്മയെയും ഇങ്ങോട്ടുള്ള വരുത്തൊക്കെ അവസാനിപ്പിക്കാം. അത് പതിയെ